ഇതിനെ വെട്ടാനുള്ള പ്രാർത്ഥന എവിടെ ആരുണ്ടാക്കാനാണ് ഇതായത്? ഇനി ഈ രണ്ടാമതൊരു ലോകം ഉണ്ടായപ്പോലും ഈ 3 പ്രാർത്ഥനയെ അതിജീവിക്കാൻ പറ്റിയ ഒരു പ്രാർത്ഥന ഉണ്ടാകത്തില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഉപയോഗിക്കണം, നമ്മൾ ചെയ്യണത് തോക്കുണ്ട്, പക്ഷെ നിങ്ങളുടെ ഉന്നം ശരിയാകാത്തതുകൊണ്ടാണ് പ്രശ്നം വരുന്നത്. തോക്ക് വലിയ ഫുൾ റേഞ്ചുള്ള തോക്ക് വാങ്ങിച്ചു വെച്ചിട്ട് കാര്യമില്ല. നമുക്കൊരു പരിശീലന ഉന്നമൊക്കെ വേണം. അവിടെയാണ് മിസ്റ്റേക്ക് സംഭവം. ഉന്നം കിട്ടണില്ലെന്ന് പറഞ്ഞിട്ട് തോക്ക് മാറാൻ പറ്റുക? ആളാണ് മാറേണ്ടത്. തോക്കിന് ഉന്നം കിട്ടണില്ല എന്ന് വിചാരിച്ചുകൊണ്ട് തോക്ക് മാറിയിട്ട് കാര്യമില്ല. അപ്പം അതുകൊണ്ട് ഉടമ്പടിയിൽ ഒരിക്കലും അവൻ്റെ സഭയുടെ അടിസ്ഥാന പ്രാർത്ഥന മാറ്റത്തില്ല. അടിസ്ഥാന പ്രാർത്ഥനയ്ക്ക് പുതിയ ആപ്ലിക്കേഷൻ ലെവൽ പറഞ്ഞു കൊടുക്കുകയുള്ളൂ. കാര്യം ഉടമ്പടിയുമായിട്ട് യോജിച്ച് പോകുന്നതാണ് ഇതെല്ലാം. ഏതാണ്? വിശ്വാസ പ്രമാണം. വിശ്വാസ പ്രമാണത്തിൽ എന്താണ്? നമ്മൾ വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്. വിശ്വാസ പ്രഖ്യാപനം എന്ന് പറയണത് വിശ്വാസം എന്തിന് ഉള്ളതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസം പ്രഖ്യാപിക്കാനുള്ളതാണ്. വിശ്വാസം പ്രഖ്യാപിക്കാനുള്ളതാണ്. നമ്മുടെ രക്ഷയുടെ തന്നെ സമവാക്യങ്ങളിലെ പ്രാർത്ഥനയല്ല ഉള്ളത്. പിന്നെ എന്താണ്? ഇപ്പം രക്ഷാനുഭവം ഇല്ലേ? ക്രിസ്തു അനുഭവത്തിന്, ഈ ക്രിസ്തു അനുഭവത്തിൻ്റെ മെക്കാനിസം എന്താ? ഒരു വ്യക്തി ക്രിസ്തുവിനെ അനുഭവിക്കണം. നമ്മളതാണല്ലോ നോക്കുന്നത്. ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിൽ എങ്ങനെ ക്രിസ്തുവിനെ അതിൻ്റെ അകത്ത് ഇംപ്ലിമെൻ്റ് ചെയ്യണത്, ഒരു വിഷയത്തെ ക്രിസ്തുവിനെ എങ്ങനെ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തണത്, അതിന് നമ്മളെ സഹായിക്കുന്നത് പ്രാർത്ഥനയേക്കാളുപരി പ്രഖ്യാപനങ്ങളാണ്. പ്രഖ്യാപനം എന്താണ്? പ്രഖ്യാപനം 10:9 എപ്പോഴും ഓർത്തേക്കണം. റോമ 10:9 എടുത്തേ. റോമ 10:9 ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ക്രിസ്തുവിനെ പ്രഖ്യാപനം ചെയ്യുമ്പോൾ എന്താണ് പ്രഖ്യാപനം ചെയ്യണമെന്ന് നമ്മൾ ആദ്യം അറിയണം. പുതിയ ആൾക്കാർക്ക് വേണ്ടി, പഴയ ആൾക്കാർക്ക് ഇത് അറിയാവുന്നതാണ് എൻ്റെ ധാരണ കേട്ടോ. നമ്മൾ പ്രഖ്യാപിക്കുന്നത് എന്താണെന്ന് നമുക്ക് അറിയണം.